ഹലോ, നമ്മളിന്നൊരു മേക്ക് ഓവർ ഷൂട്ട് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡല്. ആളുടെ പേര് ഐശ്വര്യ എന്നാണ്. ആള് തൃശ്ശൂരുകാരിയാണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ യൂഷ്വൽ സ്കിൻ പ്രെപ്പാണ് ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടോണർ പ്ലമ്മിൻ്റെ ബൾഗേറിയൻ വാലി റോസ് വാട്ടർ ആണ്. ഈ റോസ് വാട്ടറിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് അല്ലെങ്കിൽ അലർജി സ്കിന്നുള്ളവർക്കൊക്കെ കുറച്ചും കൂടി നല്ല ടോണറാണ് റോസ് വാട്ടർ ബേസ് ആയിട്ടുള്ള ടോണർ. ഈ ടോണർ ശരിക്കും സ്കിന്നിനോട് ബ്ലെൻഡ് ആവാനായിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെറ്റ് ടിഷ്യോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടി എളുപ്പം കൈ ആയതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആളുടെ സ്കിന്നിന് കുറച്ച് ഡ്രൈ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് സീറ്റാ ഫ്രഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ മോയ്സ്ചറൈസർ ആണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്സിൽ നിന്ന് നമുക്കിത് മേടിക്കാൻ കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മേക്കപ്പിന് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ആയിട്ടുള്ള പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്കിൻ പ്രെപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആളുടെ ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സ്പോട്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ അണ്ടർ ഐ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അതെല്ലാം കവർ ചെയ്യാനായിട്ട് നമ്മൾ കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നത് കൈ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ബേസ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രഷ് അധികം യൂസ് ചെയ്യാറില്ല. എന്തെങ്കിലും ബ്ലെൻഡിങ്ങിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നൈസായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഇപ്പം നമ്മൾ കൺസീലർ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഫുൾ ഒരു ഈവൻ ടോൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആളുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള സെയിം ടോണിലുള്ള ഫൗണ്ടേഷൻ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഗ്രേ ടോണിലിരിക്കും. അല്ല, ഒരുപാട് ഡാർക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ കുറച്ചും കൂടി ഭയങ്കര ഡള്ളായിട്ടിരിക്കും. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ടോൺ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. എത്രയാണോ ഫേസിന് വേണ്ടത് അത്രയും ഒരു എമൗണ്ടിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഫേസിൻ്റെ ബേസ് മേക്കപ്പ് കഴിഞ്ഞു. ഫേസ് ഫുൾ ഒരു ഈവൻ ടോണിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം. ഇന്നത്തെ ഫസ്റ്റ് ലുക്ക് ഒരു വെസ്റ്റേൺ ഡ്രസ്സാണ്. ഇപ്പോൾ ആളിട്ടിരിക്കുന്ന ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ഷിമ്മർ ഐസാണ് ഞാൻ ചെയ്യുന്നത്. ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഐലൈനറും മസ്കാരയും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐശ്വര്യയുടെ ലാഷസിന് അത്യാവശ്യം ലെങ്ത്തും തിക്നെസ്സും ഉള്ളതുകൊണ്ട് ഫേക്ക് ലാഷസിൻ്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ട് തന്നെ മസ്കാര ആപ്ലിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഐ മേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഫില്ല് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ആ വാൻഡ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്പേസ് ഉള്ളിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്ക് നമ്മൾ പൗഡർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. തിന്നായിട്ടുള്ള ഐബ്രോസ് ഒരുപാട് തിക്കാക്കാതിരിക്കുന്നതായിരിക്കും ഫേസിൻ്റെ ഭംഗിക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഐബ്രോൻ്റെ ഷേപ്പ് മാറുന്നതനുസരിച്ച് ആളുടെ ഫേസിൻ്റെ ഷേപ്പും മാറ്റം വരും. അവസാനത്തെ മിനുക്കുപണികളായിട്ട് കോണ്ടൂറും ബ്ലഷും ഹൈലൈറ്ററും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിലേക്ക്. ഫേസിലെ പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യാനിരിക്കുകയാണ്. ആളുടെ ഹെയർ അത്യാവശ്യം സിൽക്കി ടെക്സ്ചറുള്ള സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു. അതിനെ നമ്മളൊരു വേവി ടെക്സ്ചറുള്ള ഹെയർ ആയിട്ടാണ് ഇന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മോഡലിൻ്റെ ഹെയർ ഫുള്ള് ഒരു നല്ലൊരു വേവി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ലുക്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഫുൾ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് മറക്കാതെ കാണണേ. ഹെയർ സ്റ്റൈൽ ചെയ്തതിന് ശേഷം ചെറിയൊരു ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ 9 മണിക്കാണെങ്കിലും കുറച്ച് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് മേക്കപ്പ് 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ലഞ്ച് ബ്രേക്ക് ആയല്ലോ. അതുകൊണ്ട് ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചിട്ട് ലിപ്സ്റ്റിക്ക് കൊളാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലിൽ ഇന്നത്തെ ഫസ്റ്റ് ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടുത്തത് നമ്മളൊരു ബ്രൈഡൽ ലുക്കായിരുന്നു ചെയ്തത്. ഒരു റാണി പിങ്ക് കളറിലെ സാരി ആയിരുന്നു നമ്മൾ മോഡലിന് വേണ്ടി ചൂസ് ചെയ്തത്. എൻ്റെ ആദ്യത്തെ പണി തന്നെ കഴിഞ്ഞ കോസ്റ്റ്യൂമിലെ ബ്ലാക്ക് ഐ ഷാഡോ മാറ്റിയിട്ട് ഈ സാരിയെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പിങ്ക് ഐസ് ക്രിയേറ്റ് ചെയ്യലായിരുന്നു. ഐ ഷാഡോ ചേഞ്ച് ചെയ്തതിന് ശേഷം ഐക്ക് കുറച്ചും കൂടി ഒരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഐലൈനർ ഒന്ന് മോളിൽ കൂടെ എഴുതി കൊടുത്തു. ഈ ലുക്കിൽ നമ്മളൊരു ബൺ ഹെയർ സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ക്രൗൺ ഏരിയ മാത്രം ഒന്ന് മെസ്സി ആക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കേൾ ചെയ്ത് കൊടുക്കുകയാണ്. ഏതായാലും റാണി പിങ്ക് സാരി അല്ലേ, അതുകൊണ്ട് തന്നെ ഹെയർ ഒക്കെ ടൈ ചെയ്ത് മുല്ലപ്പ് വെച്ചതിന് ശേഷം ചെറിയ റോസ് ഫ്ലവർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാരി ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു. ഇനി ആക്സസറീസും കൂടി ഇട്ടാൽ മതി.
നമ്മുടെ ഇന്നത്തെ ഷൂട്ടിനുള്ള ആക്സസറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ നമ്പർ 1 റെന്റൽ ജ്വല്ലറി ആയ അല്ലമീൻ ജ്വല്ലേഴ്സിന്റെ കൊച്ചി ബ്രാഞ്ചാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രൈഡലിന്റെ കംപ്ലീറ്റ് ലുക്ക്. എന്നെ സാരി ഡ്രേപ്പിങ്ങിന് ഹെൽപ്പ് ചെയ്തത് ഷുക്കൂറുക്കായിരുന്നു കേട്ടോ. അതുപോലെ വീഡിയോസ് എല്ലാം കവർ ചെയ്തത് നമ്മുടെ സ്വന്തം മിഥുൻ റെക്സ്മി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഷൂട്ടിന്റെ 3rd ആൻഡ് ഫൈനൽ ലുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ടെമ്പിൾ വെഡ്ഡിംഗ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. 3rd ലുക്ക് ഷൂട്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മേക്കപ്പ് ഹെയർ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ 3rd ലുക്ക് ഷൂട്ട് ചെയ്തു. കാക്കനാട്ടുള്ള NM സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. മിഥുനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തം അർജുനും ഉണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.